വിഖ്യാത കോച്ച് കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ ലോക ഫുട്ബോളിലെ വമ്പന്മാരായ ബ്രസീൽ ആദ്യ മത്സരത്തിനിറങ്ങുന്നു. ലാറ്റിൻ അമേരിക്കൻ ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ ഇക്കഡോറാണ് എതിരാളികൾ. നാളെ പുലർച്ചെ എക്കഡോറിലെ ഗോവയ്ക്കിൽ ഇന്ത്യൻ സമയം 4:30 മത്സരം. റയൽ മാഡ്രിഡ് വിട്ടെത്തിയ ഇറ്റാലിയൻ പരിശീലകന് മോശം പ്രകടനം നടത്തുന്ന കാനറികളെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ഇറ്റലിയുടെ സഹപരിശീലകനായിരുന്ന കാർലോ ആദ്യമായാണ് ഒരു ദേശീയ ടീമിന്റെ ചുമതല വഹിക്കുന്നത്. ക്ലബ് ഫുട്ബോളിൽ കിരീടങ്ങൾ വാരിക്കൂട്ടിയ 65-കാരന് ബ്രസീൽ ടീമിനെ കൈപിടിച്ചുയർത്തുക എളുപ്പമാകില്ല. മികച്ച താരങ്ങളുടെ വൻനിരയുണ്ടെങ്കിലും കളത്തിൽ ഒത്തിണക്കമില്ലാത്തതാണ് വെല്ലുവിളി. സൂപ്പർ താരം നെയ്മറെ ഒഴിവാക്കിയാണ് ആഞ്ചലോട്ടി സ്ക്വാഡിനെ പ്രഖ്യാപിച്ചത്. മധ്യനിര താരം കസമിറോയെ ടീമിലേക്ക് തിരിച്ചു വിളിച്ചു. പരിക്കിൽ നിന്ന് മുക്തനായ വിനീഷ്യസ് ജൂനിയർ, റഫീഞ്ഞ, മത്തയസ് കുഞ്ഞ, അലിസൺ ബക്കർ ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങളെല്ലാം കളിക്കും. റോഡ്രിഗോ കളിക്കുന്നില്ല. വിനീഷ്യസ് കണങ്കാലിനേറ്റ പരിക്കിൽ നിന്ന് മുക്തനായെന്നും നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും ആഞ്ചലോട്ടി പറഞ്ഞു. റയലിൽ ആഞ്ചലോട്ടിക്ക് കീഴിലാണ് വിനീഷ്യസ് സൂപ്പർ താരമായി വളരുന്നത്. റയലിനായി തകർപ്പൻ പ്രകടനം നടത്തുമ്പോഴും വിനീഷ്യസ് ദേശീയ ടീമിനൊപ്പം നിറമങ്ങുന്നതിൽ വലിയ വിമർശനം നേരിടുന്നുണ്ട്. നിലവിൽ സൗത്ത് അമേരിക്കൻ യോഗ്യതാ റൗണ്ടിൽ 4-ാം സ്ഥാനത്താണ് ബ്രസീൽ. 14 മത്സരങ്ങളിൽ നിന്ന് 21 പോയിന്റാണ് ബ്രസീലിനുള്ളത്. അർജന്റീന 14 മത്സരങ്ങളിൽ നിന്ന് 31 പോയിന്റുമായി 1-ാം സ്ഥാനത്താണ്. 23 പോയിന്റുമായി ഇക്കഡോർ, 21 പോയിന്റുമായി ഉറുഗ്വേ ടീമുകൾ 2-3 സ്ഥാനങ്ങളിൽ നിൽക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.